നമ്മളുടെ കൂടെയുള്ള ക്ലയന്റ് ഒരു തവണ ദുബായിൽ നിന്നും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. സോ അദ്ദേഹം ഹാപ്പി അല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ സെക്കൻഡ് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വന്നതാണ്. ഇദ്ദേഹത്തിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഹെയർ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്യണം, പ്ലസ് ഡെൻസിറ്റി ഒന്ന് കൂട്ടണം. സോ നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് നല്ല ചോയ്സ് ആയിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് സർജറിക്ക് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം പറ്റാവുന്ന രീതിയിൽ നമ്മളത് കറക്റ്റ് ചെയ്യും, ഡെൻസിറ്റി കൂട്ടും, ഈ രണ്ട് കാര്യങ്ങളും ചെയ്യും. സോ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ദുബായിൽ രണ്ടാമതൊരു സർജറി സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ക്ലിനിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം? ഫസ്റ്റ് ടൈം വന്നിട്ട് ദുബായിൽ വേറൊരു ക്ലിനിക്കിൽ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ജാസ് സാറിനെ അപ്രോച്ച് ചെയ്തു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ അത് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അപ്പം നമ്മുടെ ഇതെന്ന് പറയുന്നത് DAP ആയിട്ട് വരുന്നത്, അപ്പം അതിനടുത്തായിട്ട് വരുന്ന ഏതാന്ന് നോക്കിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ എനിക്ക് ഒരു എന്താ പറയുക, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഹാപ്പിനെസ്സോ ഒന്നും ആ ഒരു റിസൾട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം രണ്ടാമത് നമ്മളിപ്പം നോക്കുമ്പോൾ ഏറ്റവും നല്ല ക്ലിനിക്കും പിന്നെ സാറിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ടും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ രണ്ടാമതും കൂടി ആലോചിക്കേണ്ടി വന്നില്ല. അപ്പോൾ സാറിൻ്റെ തന്നെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് എനിക്ക് വരുന്നത്.